ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, സകലത്തെയും ഞാൻ തിരിച്ചു പിടിക്കും. ശത്രു കൊണ്ടുപോയത് ഞാൻ തിരിച്ചു പിടിക്കും. 2026 ശത്രു കൊണ്ടുപോയ സകല നന്മയും ഞാൻ തിരിച്ചു പിടിക്കും. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 30-ാം അധ്യായം. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഹിലെത്തിയപ്പോൾ അമാല്യർ തെക്കേ ദേശവും സിക്ലാഹും ആക്രമിച്ച് സിക്ലാഹിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞു. 4-ാമത്തെ വാക്യം. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. 6-ാമത്തെ വാക്യം. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയത്തെയും താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഹല്ലേലൂയ. ആ പ്രതിസന്ധിയുടെ നടുവിൽ 7-ാം വാക്യത്തിൽ ദാവീദ് ഏഫോദ് അന്വേഷിക്കുകയാണ്. എന്നിട്ട് ദൈവത്തോട് 8-ാം വാക്യത്തിൽ ചോദിക്കുന്നു, ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കണമോ എന്ന് ചോദിച്ചു. ദൈവത്തിന്റെ മറുപടി, പിന്തുടരുക, നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും, സകലവും നീ വീണ്ടുകൊള്ളും. ഹല്ലേലൂയ. സകലവും നീ വീണ്ടുകൊള്ളും. അമാല്യർ സിക്ലാഗ് ആക്രമിച്ച് തെക്കേ ദേശം ആക്രമിച്ച് ദാവീദിന്റെ സകല നന്മകളും കവർന്നെടുത്ത് തന്റെ പട്ടണത്തെ കത്തിച്ച് ചാമ്പൽ കൂമ്പാരമാക്കിയിട്ടിരിക്കുമ്പോൾ ആ ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഏഫോദ് ധരിച്ച് പ്രാർത്ഥിച്ച ദൈവമനുഷ്യൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ഈ പരീക്ഷയെ, ഈ ശത്രുവിനെ ഞാൻ പിന്തുടരണമോ? ഇനി എന്തെങ്കിലും എനിക്ക് റിസ്റ്റോർ ചെയ്യാൻ കഴിയുമോ? ഒരു വിക്ടറി, ഒരു വിജയം ഉണ്ടാകുമോ? ദൈവം പറയുന്നു, നിശ്ചയമായും നീ എത്തിപ്പിടിക്കും എന്ന് പറഞ്ഞാൽ നിശ്ചയമായും നീ വിജയിക്കും. ഹല്ലേലൂയ. ശത്രു കൊണ്ടുപോയത് സകലവും നീ വീണ്ടെടുക്കും. സ്വർഗത്തിലെ ദൈവം അത്യത്ഭുതകരമായ നിലയിൽ ദാവീദിനെ സഹായിക്കുകയാണ്. അപ്പുറത്തെ പാളയത്തിൽ നിന്ന് ഒരു മിസ്രയീമിനെ ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം സകല പ്രതിസന്ധികളെ നന്മയ്ക്കായി തിരിക്കുകയാണ്. 17-18 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ സംഗ്രഹിച്ചു. 18-ാം വാക്യം, അമാല്യർ അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും ദാവീദ് വീണ്ടെടുത്തു. 19-ാം വാക്യം, അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുപോന്നു. യേശുവിന്റെ നാമത്തിൽ ഈ 2026 എന്ന വർഷത്തില് നിങ്ങളുടെ ശത്രുക്കളുടെ മേളിൽ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ കൊണ്ടുപോയത്, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ കൊണ്ടുപോയത്, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ സാക്ഷ്യം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ശുശ്രൂഷകൾ, സകലത്തെയും ഈ പുതിയ വർഷത്തിൽ ഇരട്ടിയായി ഞാൻ തിരിച്ചു പിടിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശത്രുക്കളുടെ മേളിൽ, പൈശാചിക ലോകത്തിന്റെ മേളിൽ ഒരു വലിയ ജയം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. The second most important aspect of our theme, the Lord is going to give great victory over your enemies. Great victory over your enemies. The Lord is going to give you in 2026 a victory over the enemy, victory over the satanic forces, victory over the kingdom of Satan. Colossians 2:14 and 15 says, the Lord has wiped away the handwriting of the requirements that was against us, which was contrary to us, and has taken out of the way, having nailed it to the cross. Having disarmed the principalities and powers, he made a public spectacle
spectacle of them, triumphing over them. God became victorious. Jesus became victorious by trampling Satan on the cross. And the man of God says, this victory you are going to experience in your personal life this year in 2026. And declare in faith today, I will take back everything. I will recover everything that I have lost. When you look into the story of David, as we read in 1 Samuel chapter 30, at Ziklag, he lost everything. Verse 3 says that when David and his men came back, he found that everything was lost. And David and his men, they began to weep, and they were greatly distressed, and they were dismayed. And in verse 8, David is inquiring the Lord, shall I go and pursue? The Lord says, you pursue, you will recover everything. And finally, what we find in verse 17, 18 and 19, David went and attacked the enemy, attacked the Amalekites, and he recovered everything. Nothing was lost. And finally, in verse 19, we find David recovered everything. God is telling you, you are going to recover everything. Amen. The spiritual life, the prayer, the finances, your testimony, everything, the peace at home, everything that Satan has robbed from your life, the Lord is going to restore, and you are going to recover double fold in 2026. Everything that the enemy took, God will give you back in the name of Jesus. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെടുകയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു സഭാ ശുശ്രൂഷകനാണെങ്കിൽ നിങ്ങളുടെ ചർച്ച ഇങ്ങനെയല്ല വളരേണ്ടത്, ഇതിലും ശക്തമായി വളരേണ്ടതാണ്. നിങ്ങൾ ഇങ്ങനെയല്ല ഫൈനാൻഷ്യലി ബ്ലസ്ഡ് ആകേണ്ടത്, നിങ്ങൾ ഇതിലും ബ്ലസ്ഡ് ആകേണ്ട വ്യക്തിയാണ്. നിങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെ പോകേണ്ടതല്ല. നിങ്ങളുടെ കുടുംബജീവിതം ഇതിലും 1000 മടങ്ങ് അഭിവൃദ്ധിയിലും സമൃദ്ധിയിലും സ്വസ്ഥതയിലും ഐക്യതയിലും സന്തോഷത്തിലും പോകേണ്ടതാണ്. നിങ്ങൾ ഇങ്ങനെ ശുശ്രൂഷിക്കേണ്ട ഒരാളല്ല, നിങ്ങൾ ഇതിലും ശക്തിയോടെ ശുശ്രൂഷിക്കേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ പലതിനും കാലതാമസങ്ങൾ വരുത്തിയും പലതിനെയും വഴിയിൽ തടഞ്ഞും നിങ്ങളുടെ കൈകളിൽ എത്തേണ്ട നന്മകളെ എത്തിക്കാതെ, നിങ്ങൾ കൃത്യമായി ഉയരേണ്ട തലത്തിൽ ഉയരാതെ, എവിടേക്കോ നിങ്ങൾക്ക് ലോക്ക് വെക്കുന്ന, എവിടേക്കോ സമയം വെക്കുന്ന, കാലപരിധികൾ വെക്കുന്ന, കാലതാമസങ്ങൾ വെക്കുന്ന, വഴി തടയുന്ന ചില ശക്തികളുടെ മേളിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പുതിയ വർഷത്തിൽ ഒരു വലിയ വിജയം തന്ന് ചിന്തിക്കാത്ത സമൃദ്ധിയിലേക്കും ചിന്തിക്കാത്ത നന്മയിലേക്കും ദൈവത്തിന്റെ സഭയെ, എൽശദായി കുടുംബങ്ങളെ, വിശ്വസിക്കുന്ന ദൈവജനത്തെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആരോ ഓഫ് വിക്ടറി, ഒരു ജയാസ്ത്രം. ഇതിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്റെ വില്ലിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി തൊടുത്തുവിടാൻ പോവുകയാണ്. ഒരു ജയാസ്ത്രം. ഓ, താങ്ക് യു ജീസസ്. സ്വർഗത്തിലെ ദൈവം. 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 16-17 വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട്, നിന്റെ കൈ വില്ലിന്റെ മേൽ വെക്ക എന്ന് പറഞ്ഞു. അവൻ കൈ വെച്ചപ്പോൾ ഏലീശ തന്റെ കൈ രാജാവിന്റെ കൈമേൽ വെച്ചു. കിഴക്കേ കിളിവാതിൽ തുറക്ക എന്നവൻ പറഞ്ഞു. എയ്താറേ, അത് ജയാസ്ത്രം, അമ്മോര്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. ഓ ഹല്ലേലൂയ. എലീശയുടെ കാലഘട്ടത്തിൽ അമ്മോര്യർക്കെതിരെ എലീശ രാജാവിനോട് പറയുകയാണ്, നിന്റെ വില്ല് കയ്യിലെടുക്കുക, അത് കൈവെക്കുക, എന്നിട്ട് ആ വില്ലിനകത്ത് നിന്ന് ഒരമ്പ് തൊടുത്തുവിടുക. എലീശ എന്ത് ചെയ്തു? രാജാവിന്റെ മേളിലോട്ട് കൈവച്ചു. കിഴക്കേ കിളിവാതിൽ തുറക്ക എന്ന് പറഞ്ഞു. ആ കിളിവാതിൽ തുറന്നു. എന്നിട്ട് ആ അമ്പ് എയ്തു വിടാൻ പറഞ്ഞു. എയ്താറേ, അത് ജയാസ്ത്രം. ആ അമ്പിന്റെ പേര് ആരോ ഓഫ് വിക്ടറി. ആരോ ഓഫ് വിക്ടറി, അമാര്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന കുടുംബങ്ങളോട്, വ്യക്തികളോട്, പരാജയത്തിന്റെ അസ്ത്രങ്ങൾ നിന്റെ ഭവനത്തിനെതിരെ ശത്രു തൊടുത്തു വിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന്, തിന്മയുടെ അസ്ത്രങ്ങൾ,
ദാരിദ്ര്യത്തിന്റെ അസ്ത്രങ്ങൾ, രോഗങ്ങളുടെ അസ്ത്രങ്ങൾ, കുടുംബ തകർച്ചയുടെ അസ്ത്രങ്ങൾ, സാമ്പത്തിക തകർച്ചയുടെ അസ്ത്രങ്ങൾ, വഴി തടയുന്ന അസ്ത്രങ്ങൾ, ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന അസ്ത്രങ്ങൾ നിനക്കെതിരെ അയതുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഈ പുതിയ വർഷത്തിൽ യഹോവയുടെ ജയാസ്ത്രം, the arrow of victory, the arrow of victory, in the name of Jesus, in the mighty name of Jesus, സ്വർഗീയ തലത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി റിലീസ് ആകട്ടെ. ഓ ജീസസ്, ഞാനിത് പറയുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. യഹോവയുടെ ജയാസ്ത്രം, the year of great victory. ഈ വിജയത്തിന്റെ, വലിയ ജയത്തിന്റെ വർഷത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ, കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ, വിശ്വസിക്കുന്ന ദൈവ മക്കളോട്, എൽഷദായി കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു, ഈ വചനം ഞാൻ സ്വീകരിക്കുന്നു. യഹോവയുടെ ജയാസ്ത്രത്തെ നിങ്ങൾ കാണാൻ പോവുകയാണ്. വായ് തുറന്ന് പറഞ്ഞു, the arrow of victory. I am going to see the arrow of victory, the year of 2026. Hallelujah.